ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ നോ അവർ ലാൻഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. നോ അവർ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാടിനെ നമുക്കറിയാം അല്ലേ, നാടറിയാവുന്നതാണ് അല്ലേ. പച്ചയാം വിരപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗമെത്താ കാത്തു കൊള്ളുന്ന കുമാരിയും ഗോകർണേശനുമമ്മേ. മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയതാണ് അല്ലേ. അപ്പോൾ നോക്കാം. റീഡ് ആൻ എക്സ്ട്രാക്ട് ഫ്രം വള്ളത്തോൾ നാരായണ മേനോൻസ് പോം വിച്ച് ഡിസ്ക്രൈബ്സ് ദ scenic ബ്യൂട്ടി ഓഫ് കേരള. എന്താ അവിടെ പറയുന്നത്? വള്ളത്തോൾ അല്ലെ, കേരളത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു കവിതയാണ് ഇവിടെ അല്ലെ, ഒരു പോമാണ് ഇവിടെ അല്ലെ. അത് ശ്രദ്ധിക്കാൻ പറയാം. ടു ദ ഈസ്റ്റ് ആർ ദ ചോറിംഗ് മൗണ്ടെയിൻസ്, മെനി റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദം, boats floating along backwaters, and to the west a long stretch of coastline, field plains, green everywhere, pleasant climate, how beautiful is our Kerala. എന്താണ് ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കിഴക്ക് അല്ലെ. ഈസ്റ്റിൽ ഉയർന്നു നിൽക്കുന്ന നല്ല ടവറിങ് മൗണ്ടെയിൻസ് അല്ലെ, മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി റിവേഴ്സ് അല്ലെ, പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ, ബോട്ട്സ് എന്താണ് ഒഴുകി നീങ്ങുന്ന കായലുകൾ, പിന്നെ പടിഞ്ഞാറ് അല്ലെ എന്താണ് വെസ്റ്റില് എന്താ നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് അല്ലേ. നമ്മുടെ കേരളം എത്രയോ സുന്ദരമാണ് അല്ലേ നമ്മുടെ കേരളം. Are there any such features like hills, beaches, water bodies, etc. in your area? The physiography of Kerala consists of diverse geographical features. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, കുന്നുകൾ, കടൽ തീരങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ? വൈവിധ്യമാർന്ന അല്ലെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണിത് കേരളത്തിന്റെ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ. The physiography of Kerala consists diverse geographical features. Right? Okay. Now, let us observe the outline of a Grama Panchayat in Kerala. എന്താ അവിടെ പറയുന്നത്? ഇനി നമുക്ക് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഒരു രൂപരേഖ നിരീക്ഷിക്കുക. എന്താണ്? വാണിയംകുളം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഇവിടെ നോക്കിയേ, വാണിയംകുളമാണ് അല്ലേ. ഇവിടെ വരുന്നത് എന്താണ്? ഭാരതപ്പുഴ അല്ലേ, താഴെ ഭാരതപ്പുഴയാണ്. ഇത് ഷൊർണൂർ മുനിസിപ്പാലിറ്റി. ഇതെന്താണ്? എന്താണ്? ചെളവറ ഗ്രാമപഞ്ചായത്ത്, അങ്കനവാടി ഗ്രാമപഞ്ചായത്ത്, അനങ്കനടി അല്ലെ, എന്താണ്? അനങ്കടി ഗ്രാമപഞ്ചായത്ത്, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അല്ലെ. അപ്പോൾ ഈ ലൈനുകളുണ്ട്. ഇത് ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്, ഇത് പഞ്ചായത്ത് ബൗണ്ടറിയാണ്, ഇത് റെയിൽവേ ലൈനാണ് ഇവിടെ കാണിക്കുന്നുണ്ട്, റെയിൽവേ ലൈന്. പിന്നെന്താണ്? റിവറാണ് താഴെ കാണിക്കുന്നത് അല്ലേ. റെഫറൻസ് വാണിയംകുളം പഞ്ചായത്ത് ഡയറക്ടറി 2001 അല്ലേ. വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഇസ് എ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. എന്താ അവിടെ പറയുന്നത്? കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതിയാണെന്ത് ഈ വാണിയംകുളത്തിനുള്ളത് അല്ലെ. ഇതിൽ കാണുന്ന ഈ നദി ഏതാണ്? ഭാരതപ്പുഴ. ഇവിടെ ഇതിൻ്റെ ഭാരതപ്പുഴ എന്ന് ഇത് കേട്ടോ. ഭാരതപ്പുഴ ഫ്ലോസ് അലോങ് ദ സൗത്തേൺ ബോർഡർ ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അല്ലെ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണെന്ത് ഈ സൗത്തേൺ ബോർഡറിലൂടെയാണെന്ത് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അല്ലെ. ദെൻ find out the major mode of transport that runs parallel to ഭാരതപ്പുഴ. ഭാരതപ്പുഴക്ക് പാരലൽ ആയി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? റെയിൽവേ ട്രാക്ക് അല്ലേ. എന്താണ്? ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് അല്ലേ റെയിൽവേന്റെ. ഓക്കെ. ദെൻ most of the areas of the panchayat are the catchment areas of Bharatapuzha. The river is used for water transport and fishing. The fertile soil along the banks of the river contributes ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. എന്താണ്? പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്താണ്? ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് അല്ലേ. അത് എന്താണ് അവിടെ വരുന്നത്? ജലഗതാഗതം വരുന്നുണ്ട്, പിന്നെന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്, ഫിഷിംഗ് അല്ലെ, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ എന്താണ് അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്? പുഴയുടെ തീരത്തോട് ചേർന്ന് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഉണ്ട് അല്ലേ, എന്താണ്? നല്ല വളക്കൂറുള്ള മണ്ണുണ്ട് അല്ലേ. അത് എന്താണ്? ഈ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിക്ക് അല്ലെ, എന്താ കാർഷിക അഭിവൃദ്ധിക്ക് എന്താണ് കാരണമാകുന്നുണ്ട് അല്ലേ. ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചറൽ ഫുഡ് ഹാബിറ്റ്സ് ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ്.
എന്താ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണരീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് എന്താണ്, കൃഷിക്ക് അനുയോജ്യമാണ് അല്ലേ. We have familiarized ourselves with certain geographical features of Vaningulam Grama Panchayat. Haven't you observed that such geographical features influence the life of people of that place in many ways? എന്താണ് പറയുന്നത്, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പൊ ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിന്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നതായി കണ്ടില്ലേ. അപ്പൊ ആ സ്ഥലത്തുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അവിടുത്തെ പീപ്പിളിന്റെ ലൈഫുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, പല രീതിയിലും. ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വേരിയസ് ക്രോപ്സ് ആൻഡ് ഒക്യുപ്പേഷൻസ് ഓഫ് ഏരിയ വേർ യു ലിവ് ഇൻ. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികള്, തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് അതർ ഒക്യുപ്പേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി related to its geographical features. Examine them based on the indicators given. Help of the teacher can also be sought. എന്താണ്, നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ഉള്ളതല്ലേ. നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ എന്താക്കുക, പരിശോധിക്കുക. ടീച്ചറുടെ സഹായം തേടുക. വെതർ എന്താണ്, കാലാവസ്ഥ അല്ലെ. വാട്ടർ ബോഡീസ് എന്താ, ജലാശയങ്ങൾ. പ്ലെയിൻസ് എന്താ, നിരപ്പായ പ്രദേശം. ഹില്ലി ഏരിയ മലയോര പ്രദേശങ്ങൾ. ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ മണ്ണിന്റെ വളക്കൂറ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രീസ് അല്ലെ, ഗതാഗതവും പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസ് വ്യവസായങ്ങളും അല്ലെ. Prepare a regional geographical document incorporating the information of the geographical features you have collected. Use the titles given below. Present the geographical document in the Social Science Club. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി എന്താണ് ചുവടെ നൽകിയിട്ടുള്ള ഈ എന്താ ഹെഡിങ്ങിന്ന് ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി എന്താണ് നിങ്ങൾ ക്ലബ്ബിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. റീജിയണൽ ജോഗ്രഫിക്കൽ റെക്കോർഡ് നോക്കൂ, എന്തൊക്കെയാണ് പ്രാദേശിക ജോഗ്രഫിക്കൽ റെക്കോർഡ്. ഔട്ട്ലൈൻ ഓഫ് ദ ഏരിയ ഓർ വാർഡ്, എന്താണ് പ്രദേശം അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെടുന്നൊരു ഔട്ട്ലൈൻ വേണം, രൂപരേഖ വേണം അല്ലെ. പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വേണം, എന്താ ഭൂമിശാസ്ത്ര സവിശേഷതകൾ വേണം അല്ലെ. റിലേഷൻഷിപ്പ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായുള്ള ബന്ധം. പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ്, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെന്താണ് സൊല്യൂഷൻസ് അല്ലെ, പരിഹാര നിർദ്ദേശങ്ങൾ. ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്താക്കുക, അത് തയ്യാറാക്കുക. എന്ത്, ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെടുത്തണം. നിങ്ങൾ കണ്ടെത്തിയ ഈ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷങ്ങൾ ഉൾപ്പെടുത്തി എന്താക്കുക, ഈ തന്നിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് എന്താക്കുക, ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കുക. ദെൻ നിങ്ങൾ ഏരിയന്റെ എന്താണ് ഒരു ഔട്ട്ലൈൻ വേണം. പിന്നെന്താണ് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കുക. ഹില്ലി ഏരിയ ആണോ അല്ലെങ്കിൽ പരന്ന സ്ഥലമാണോ എന്താന്നുള്ളത് നോക്കുക. പിന്നെന്താണ് അവിടുത്തെ ആ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ നോക്കുക. പിന്നെ സൊല്യൂഷൻസ് എന്താണ് അതും നോക്കുക കേട്ടോ. യു ഹാവ് ഡിസ്കസ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം. എന്താണ് പറയുന്നത് നോക്കിയാൽ, എന്താണ് നിങ്ങളുടെ പ്രദേശത്തിന്റെ ഈ ഭൂമിശാസ്ത്ര രേഖ എന്താണ് ഈ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ അല്ലെ. ഇതുപോലെയാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ആണോ? ഹൗ അബൌട്ട് എൻ ഇൻക്വയറി ഇൻ ടു കേരളാസ് ഫിസിയോഗ്രഫി. എങ്ങനെയാണ് നമ്മൾ കേരള ഫിസിയോഗ്രഫി എങ്ങനെയാണ്, കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്, സോയിൽ, വാട്ടർ, ക്ലൈമറ്റ് ആൻഡ് ക്രോപ്സ് ആൻഡ് അതർ ഇമ്പാക്ട് ഓൺ പീപ്പിൾസ് ലൈഫ് അല്ലേ. എന്താണ് സോയിൽ, വാട്ടർ, വെതർ, പിന്നെ ക്രോപ്സ് അല്ലെ, എന്തൊക്കെയാണ് മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ച് അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒരു അന്വേഷണമായാലോ. നോക്കാം നമുക്ക് കേരളത്തിൽ എന്താന്നുള്ളത് കേട്ടോ. നോക്കൂ, ഫിസിയോഗ്രഫി ഓഫ് കേരള അല്ലെ. ഇവിടെ ചിത്രം ശ്രദ്ധിച്ചല്ലോ അല്ലെ. എന്താണ് കോസ്റ്റൽ ഏരിയ അല്ലെ. ബ്ലൂ കളർ കാണുന്ന എന്താണ് കടൽ തീര പ്രദേശമാണ് അല്ലെ. റെഡ് കാണുന്ന എന്താണ് മിഡ്ലാൻഡ് എന്ന് പറയും. പിന്നെ ഈ പച്ച കാണുന്ന ഹൈലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ഈ കോസ്റ്റൽ ഏരിയ എന്താണ് ബിലോ 7.5 മീറ്റർ അല്ലെ. 7.5 മീറ്ററിന്റെ താഴെയായിട്ടുള്ളതൊക്കെ എന്താണ് കോസ്റ്റൽ ഏരിയ ആണ് കേട്ടോ. പിന്നെ എന്താണ് മിഡ്ലാൻഡ് അറിയുന്നത് എന്താണ് 7.5 മീറ്ററിന്റെയും 75 മീറ്ററിന്റെയും ഇടയിലുള്ള എല്ലാ സ്ഥലവും എന്താണ് മിഡ്ലാൻഡ് എന്ന് പറയും കേട്ടോ. ഇനി ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് 75 മീറ്ററിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഹൈലാൻഡ് ആണ് കേട്ടോ. അപ്പൊ 3 പാർട്ടാണല്ലോ അല്ലെ. നോക്കാം നമുക്ക്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. ലിസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ എന്താക്കുക, മാപ്പ് നോക്കിയിട്ട് താഴെ പറയുന്ന കണ്ടെത്തുക പറഞ്ഞത്. 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തിന്റെ 3
ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതൊക്കെയാണ്? ദ കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദ സീ ലെവൽ. ഓരോ എന്താണ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്താണ് ഇതിനെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് കോസ്റ്റൽ ഏരിയ ബിലോ 7.5 മീറ്റർ, മിഡ്ലാൻഡ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, ഹൈലാൻഡ് അബോവ് 75 മീറ്റർ എന്ന് എഴുതുക കേട്ടോ. ഇനി ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. അപ്പൊ എന്താണ് ലക്ഷദ്വീപ് സീനോട് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? ഏതാണ് ലക്ഷദ്വീപിനോട്? യെസ്, എന്താണ് കോസ്റ്റൽ ഏരിയ അല്ലെ. ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് കേരള വിച്ച് ലൈസ് അലോങ് ദ സ്റ്റേറ്റ് ബോർഡർ ഓഫ് തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാട്, കർണാടകം എന്നീ സ്റ്റേറ്റിന്റെ അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഏതാണ്? തമിഴ്നാട് ഇത് അവിടെയാണ്, കർണാടക അല്ലെ. അപ്പൊ ഏതാണ് ഈ ഗ്രീൻ കളർ അല്ലേ? അപ്പൊ ഗ്രീൻ കളർ ഏതാ? ഹൈലാൻഡ് അല്ലെ. ഓക്കെ, അപ്പൊ ഹൈലാൻഡ്. Now let's examine more about the physiography of Kerala. ഇനി നമുക്ക് എന്താ കേരളത്തിലെ കൂടുതൽ ഫിസിയോഗ്രഫി നമുക്ക് പഠിക്കുക. ഓക്കെ, കേരളത്തിലെ കുറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഹൈലാൻഡ് എന്താണ്? ഹൈലാൻഡ്. Find the location of highland on the physiographical map of Kerala. It is a physiographical section that is located at about 75 meters above sea level and includes hills, mountains and peaks. Highland is a region that receives heavy rainfall and is generally full of greenery. All the 44 rivers of Kerala originate from the highlands. കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ ഹൈലാൻഡിന്റെ സ്ഥാനം കണ്ടെത്താൻ ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എന്താണ് 75 മീറ്റർ അബോവ് 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ എന്തൊക്കെയുള്ള കുന്ന്, മലകള്, പർവ്വതം ഉൾപ്പെടുന്നതുമായ ഒരു ഫിസിയോഗ്രഫിയാണ് അത് അല്ലെ. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ എന്താണ് ഒരു എന്താണ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി അല്ലെ. ഒരു ഹരിതാപവുമായ പ്രദേശമാണ് എന്ത് ഹൈലാൻഡ് അല്ലെ. കേരളത്തിലെ 44 നദികളും എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടുന്നാണ്? ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? ഈ ഹൈലാൻഡിൽ നിന്നാണ് അല്ലെ. ഈ ഈ ഫിസിയോഗ്രഫിയിൽ നിന്നാണ് അല്ലെ. ഹൈലാൻഡിലാണ് എന്ത് ഈ 44 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ, ഉണ്ടാവുന്നത് അല്ലെ. അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി മിഡ്ലാൻഡ് എന്താ നോക്കുക. ലൊക്കേറ്റ് ദ മിഡ്ലാൻഡ് ഓൺ ദ ഗിവൺ മാപ്പ് ഓൺ പേജ് 136. 136 എന്താണ് മിഡ്ലാൻഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മിഡ്ലാൻഡ് ഏതാണ്? ഈ റെഡ് അല്ലെ. ഈ റെഡ് കളറുള്ളതാണ് എന്ത് മിഡ്ലാൻഡ്. Midland is a physiographic division located between highlands and the coastal region. The altitude of this area ranges from 7.5 meters to 75 meters above sea level. The Midland is characterized by hillocks, valleys and river banks. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. പേജ് 146 നൽകിയിട്ടുള്ളത് എന്താണ്? ആ മാപ്പിൽ നിന്ന് മിഡ്ലാൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹൈലാൻഡിന്റെ പിന്നെ കോസ്റ്റൽ റീജിയന്റെയും ഇടയിലായിട്ടാണ് എന്ത് ഈ മിഡ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് എന്ത് ഈ പ്രദേശത്തിന്റെ ഉയരം അല്ലെ. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് എന്ത് ഈ മിഡ്ലാൻഡിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെ. മിഡ്ലാൻഡിൽ എന്തൊക്കെയാണുള്ളത്? ഹില്ലോക്ക്, വാലി ആൻഡ് റിവർ ബാങ്ക്സ്. ഇതിന് പിന്നെ ഇതെത്രയാണ്? 7.5 മീറ്റർ ടു 75 മീറ്റർ വരെയാണ് എന്ത് ഫ്രം എബോവ് സീ ലെവലിൽ നിന്ന് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ അല്ലെ. അതൊക്കെ പഠിക്കുക കേട്ടോ. ഇനി കോസ്റ്റൽ ഏരിയ എന്താ നോക്കുക. മിഡ്ലാൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് 7.5 മീറ്ററും 75 മീറ്ററിന്റെയും എന്താണ് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം കിടക്കുന്നത് അല്ലെ. പിന്നെന്താണ് അവിടെ ഹില്ലോക്സ് ഉണ്ട്, വാലീസ് ഉണ്ട്, റിവർ ബാങ്ക്സ് ഒക്കെ ഉണ്ട് അല്ലെ മിഡ്ലാൻഡിൽ. ഇനി കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ ഏരിയ this is a landscape that is adjacent to Lakshadweep Sea, located close to the coastal region. This area has an altitude up to 7.5 meters above sea level അല്ലെ. എന്താണ് ഈ ലക്ഷദ്വീപ് സീനോട് ചേർന്ന് കാണുന്ന ഒരു ഫിസിയോഗ്രഫിക് ആണ് എന്ത് ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഒരു ലാൻഡ്സ്കേപ്പ് ആണ് എന്ത് ഈ കോസ്റ്റൽ ഏരിയ. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് എന്താണ് ഈ സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ വരെയാണെന്ത് ഉയരം. ഓക്കെ, സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ വരെയാണെന്ത് ഈ കോസ്റ്റൽ ഏരിയന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, കേരള പൊളിറ്റിക്കൽ മാപ്പ് അല്ലേ ഇവിടെ വരുന്ന കണ്ട. പ്ലേസ് ട്രേസിംഗ് പേപ്പർ ഓവർ ദ ഗിവൺ പൊളിറ്റിക്കൽ നൽകിയിരിക്കുന്ന ഈ
മാപ്പിൽ പൊളിറ്റിക്കൽ മാപ്പിൻ്റെ മുകളിൽ എന്താണ് ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾ ഈ ജില്ലകളൊക്കെ വരച്ചെടുക്കുക. അതായത് ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഇതിങ്ങനെ വരയ്ക്കുക, ട്രേസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ജില്ലകൾ വരച്ചെടുത്ത ഈ ട്രേസിങ് പേപ്പർ എന്താണ്, ചിത്രം 2 പേജ് 136 കേരളത്തിലെ ഭൂപ്രകൃതി മാപ്പിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ച് എന്താണ് സൂപ്പർ എംപോസ് ചെയ്ത് താഴെ പറയുന്ന കണ്ടെത്താൻ പറയുന്നത്. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഏതൊക്കെയാ ഫിസിയോഗ്രഫി ഡിവിഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഉൾക്കൊള്ളുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷനും, ഡിസ്ട്രിക്ട് വിത്ത് കോസ്റ്റൽ ഏരിയാസ് തീരപ്രദേശമുള്ള ജില്ലകൾ ഏതാണെന്നും, ഡിസ്ട്രിക്ട് കംപ്രൈസിങ് ഓൾ 3 ഫിസിയോഗ്രഫിക് കാറ്റഗറീസ് 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നൊക്കെ എന്താക്കുക, നിങ്ങൾ ഈ ട്രേസിങ് പേപ്പറിൽ ഇത് ആദ്യം വെക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിലെന്താക്കുക വെച്ചതിന് ശേഷം ഈ ജില്ലകളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഈ എന്താണ് ബ്ലൂ എന്താണ് കോസ്റ്റൽ ഏരിയ ആണ്, റെഡ് ഏതാ മിഡ്ലാൻഡ് ആണ്, ഗ്രീൻ എന്താണ് ഹൈലാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഹൈലാൻഡുള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും മിഡ്ലാൻഡുള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും കോസ്റ്റൽ ഏരിയ ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും ഈ 3 ഉള്ളത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ഏതൊക്കെ ഡിസ്ട്രിക്റ്റാണെന്നുള്ളത്. ദെൻ വെതർ ഓഫ് കേരള എന്താണ്, കേരളത്തിൻ്റെ എന്താണ് കാലാവസ്ഥ, വെതർ അല്ലേ. നോക്കൂ, ആദ്യം മൺസൂൺ നോക്കാം നമുക്ക് ഇവിടെ അല്ലേ. മൺസൂൺ ആർ വിൻഡ്സ് വിത്ത് ദാറ്റ് ചേഞ്ച് ദ ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സീസണൽ ചേഞ്ചസ്. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് നോർമലി ബ്ലോ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ദേ മൂവ് ടുവാർഡ്സ് ഇൻലാൻഡ് ഫ്രം സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. എന്താണ് പറയുന്നത്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എന്താണ് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് എന്ത്, ഈ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഈ എവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് നോർമലി ബ്ലോ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ അല്ലെ ഭൂമധ്യ രേഖക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈ മഴക്കാറ്റുകളാണ് എന്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് എന്ത് മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാല്. ജൂൺ സെപ്റ്റംബറിൽ കേട്ടോ, ഫ്രം ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ അല്ലെ. എന്താണ് ഇന്ത്യൻ സമുദ്രത്തിൽ ഇക്വേറ്ററിന്റെ നോർത്തിലായിട്ട് അല്ലെ, നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ അല്ലെ. ഇക്വേറ്ററിന്റെ നോർത്തേൺ പാർട്ടിലായിട്ട് ഇന്ത്യൻ ഓഷ്യന്റെ എവിടെയാണ്, ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഇൻലാൻഡ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് അല്ലെ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് എന്താണ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണെന്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യ ഇക്വേറ്ററിന് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈ മഴക്കാറ്റുകളാണെന്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ആസ് ദേ ബ്ലോ ഫ്രം ദ സീ ദേ ആർ മോയിസ്റ്റ്. ദീസ് winds which enter the land are blocked by the western ghats. As a result, the western coast including Kerala receive high rainfall. This is the southwest monsoon. In Kerala, this monsoon season is known as കാലവർഷം അല്ലെ. കാലവർഷം കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ എന്താണ് നല്ലൊരു മോയിസ്ചർ ആയിരിക്കും അല്ലെ, ഈർപ്പവാഹിനികളാണ് അല്ലെ. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകൾ എന്താണ് എവിടെയാണ് കരയിലേക്ക് വെസ്റ്റേൺ ഗാറ്റ്സിൽ തടഞ്ഞു നിർത്തുന്നു ഈ കാറ്റുകൾ അല്ലെ. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന ഈ വെസ്റ്റേൺ തീരങ്ങളിലൊക്കെ എന്താണ് ഉയർന്ന തോതിൽ എന്താണ് മഴ ലഭിക്കുന്നു അല്ലെ. ഇതാണ് എന്താ പറയുന്നത് ഇതാണ് തെക്ക് പടിഞ്ഞാറ് അല്ലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം എന്താണ് കാലവർഷം എന്നറിയപ്പെടുന്നു. നേരത്തെ ഇതാ സൗത്ത് വെസ്റ്റ്, ഇതാണെങ്കിൽ ഇത് സൗത്ത് വെസ്റ്റ് അല്ലെ. സൗത്ത് വെസ്റ്റ് എന്താണ് കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. Okay, during the month of October and November, the monsoon winds blow in the opposite direction from the northeast. അപ്പോൾ എന്താണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ മൺസൂൺ കാറ്റുകൾ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് എവിടേക്കാണ് ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റിലേക്ക് അല്ലെ. നോർത്ത് ഈസ്റ്റിലേക്ക് നിന്നും വീശുകയാണ് ചെയ്യുന്നത്. ഈ കാറ്റുകൾ എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ അല്ലെ
These winds are known as northeast monsoon winds. Since a part of these winds passes over the Bay of Bengal, it becomes moisture laden and causes rain in many parts of the southern states of India. This monsoon season is known as a തുലാവർഷം ഇൻ കേരള. തുലാവർഷം എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അപ്പൊ ഈ കാറ്റുകൾ എവിടെ നിന്നാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു അല്ലെ. ഈ കാറ്റുകളുടെ ഒരു ഭാഗം എന്താണ്? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ എന്താണ്? ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ സൗത്ത് സ്റ്റേറ്റ്സിലൊക്കെ പലയിടങ്ങളിലും എന്താണ്? മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സൗത്ത് ഭാഗത്ത് എന്താണ്? നല്ല മഴയ്ക്ക് സൗത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യന്റെ സൗത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ എന്താണ്? ഈ പലയിടങ്ങൾക്കും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ എന്താണ്? തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പൊ കാലവർഷവും തുലാവർഷവും അല്ലെ. മനസ്സിലായല്ലോ അല്ലെ? നിങ്ങൾ മനസ്സിലാക്കട്ടെ നന്നായിട്ട്. ദെൻ ഇവിടെ നോക്കിയേ, വെദർ ഓഫ് കേരള അല്ലെ. അപ്പൊ വെദർ ഓഫ് കേരള എന്താണ്? Kerala is a land that receives sufficient amount of rain. There are two main rainy season in Kerala. ധാരാളം മഴ ലഭിക്കുന്ന നാടാണെന്ത്? കേരള അല്ലെ. കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലങ്ങളുള്ളത് അല്ലെ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം എന്ന് പറയും, പിന്നെ ഒന്നോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം അല്ലെ. കേരള റിസീവ് മോസ്റ്റ് ഓഫ് ദ റെയിൻഫാൾ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്താണ്? കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗം എവിടെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്താണ് അല്ലെ. സമ്മർ സീസൺ ഇൻ കേരള ഈസ് ഫ്രം മാർച്ച് ടു മെയ്. ഇറ്റ് ഫീൽസ് ഹോട്ടർ ദീസ് ഡേയ്സ്. ഇന്റർമിറ്റന്റ് റെയിൻസ് ഇൻ സമ്മർ പ്രൊവൈഡ് സം റിലീഫ് ഫ്രം ദ ഇന്റൻസ് ഹീറ്റ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞ? കേരളത്തിൽ വേനൽക്കാലം അല്ലെ, സമ്മറിൽ മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം അല്ലെ. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് ഇടക്കെത്തുന്ന മഴ എന്താണ്? ചൂടിന്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇതാണ് മൺസൂൺ കേട്ടോ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്താന്ന് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു. പിന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്താണെന്ന് പറഞ്ഞില്ലേ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബറിലാണ് അല്ലെ വരുന്നത്. പിന്നെന്താണ്? ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എപ്പോഴാണ്? ഒക്ടോബർ നവംബറിലാണ് അല്ലെ. ഈ മാസങ്ങളിലാണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിലെ തുലാവർഷം എന്ന് പറയപ്പെടുന്നത് വരുന്നത് അല്ലെ. ഓക്കെ, ഈ സോയിൽ ടൈപ്സ് ഇൻ കേരള. കേരളത്തിലെ സോയിലുകൾ അല്ലെ, മണ്ണിന്റെ, കേരളത്തിലെ മണ്ണ് അല്ലെ. മണ്ണേ നമ്പി ലേലയ്യ. എന്താണ്? മണ്ണേ നമ്പി ലേലയ്യ മരമിരിക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിരിക്ക്, മരത്തെ നമ്പി ലേലയ്യ കൊമ്പിരിക്ക്, കൊമ്പനെ നമ്പിലേലയ്യ ഇലയിരിക്ക്, ഇലയെ നമ്പിലേലയ്യ പൂവിരിക്ക്, പൂവേ നമ്പിലേലയ്യ കായിരിക്ക്, കായെ നമ്പിലേലയ്യ പഴവിരിക്ക്, പഴത്തെ നമ്പിലേലയ്യ നാമിരിക്ക്, നമ്മെ നമ്പിലേലയ്യ നാടി ഇരിക്ക് അല്ലെ. റെഫറൻസ് എന്താണ്? മണ്ണെഴുത്തിലെ 2008-2009 അല്ലെ. അപ്പൊ ലിസൺ ടു ദ സോങ് ഓഫ് ruler of Attapadi. Soil is as important as water and air for the survival of living organism. Human civilization developed through the mutual interaction between soil and humans. Without soil, there are no plants and no organisms that depend on them. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഈ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് അല്ലെ. ഇരുളർ അല്ലെ, ഇരുളർ എന്നല്ലേ. അപ്പൊ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. അത് ശ്രദ്ധിക്കുക. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും എല്ലാം പോലെ എന്താണ് പ്രാധാന്യമുള്ളതാണ് ഇത്? മണ്ണ് അല്ലെ. വെള്ളവും എയറും അല്ലെ, വാട്ടറും എയറും പോലെ പ്രാധാന്യമുള്ളതാണ് ഇത് സോയിലും അല്ലെ. അപ്പൊ സോയിലും മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് എന്ത്? മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അല്ലെ, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല അല്ലെ. അപ്പൊ ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? Soil is one of the main factors responsible for the existence of life on earth. The process of weathering of rock to form soil takes a long time. Topography. എന്താണ് പറയുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണെന്ത്? സോയിൽ അല്ലെ. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് അല്ലെ. ടോപ്പോഗ്രഫി ഭൂപ്രകൃതി, ക്ലൈമറ്റ്, പിന്നെന്താ കാലാവസ്ഥ, റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ്. The activity of plants and animals and other microorganisms contribute to soil formation. It is estimated that it takes more than 1,000 years for the formation of soil of 1 inch thickness. എന്താണ് ഈ ഭൂപ്രകൃതിയും ടോപ്പോഗ്രഫിയും പിന്നെ അതുപോലെ വെതർ, ക്ലൈമറ്റും പിന്നെ പാറയുടെ ഘടന, കാലപ്പഴക്കം, പിന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് അല്ലെ. 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടത് അല്ലെ. ഒരു 1 ഇഞ്ച് തിക്നെസ്സിലുള്ള സോയിൽ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? 1000s of years വേണമെന്നാണ് പറയുന്നത് അല്ലെ.
Read the chapters narrating how soil is formed in Jawaharlal Nehru's book Letter from a Father to His Daughter and discuss in the class. എന്താണ് പറയുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വായിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? കളക്ട് പിക്ചേഴ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് സോയിൽ, പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രസന്റ് ദം ടു ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള. കേരളത്തിൽ എന്താണ് ഈ ഏതൊക്കെ സോയിലുകളാണ് ഉള്ളത്? കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണെന്ത്? ലാറ്ററൈറ്റ് സോയിലും റെഡ് സോയിലും അലൂവിയൽ സോയിലും ഫോറസ്റ്റ് സോയിലും. ബ്ലാക്ക് സോയിൽ ആൻഡ് പീറ്റ് സോയിൽ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സം റീജിയൻസ്. ചില സ്ഥലങ്ങളിൽ, കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ എന്താണ് ബ്ലാക്ക് സോയിലും പീറ്റ് സോയിലും കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ചെങ്കൽ മണ്ണ്, റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ചെമ്മണ്ണ്, പിന്നെന്താ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഏക്കൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ അല്ലേ. പിന്നെന്താ ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ്, പീറ്റ് സോയിൽ എന്നിവ എന്താണ് ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ, മേക്ക് നോട്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഈ ചിത്രങ്ങൾ നോക്കി ഒബ്സർവ് ദ പിക്ചേഴ്സ്. എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് അല്ലേ. വമ്പിത രാസവള കീടനാശിനി പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത് അല്ലേ. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലേ. പിന്നെ എന്താണ്? അശാസ്ത്രീയമായ അല്ലേ അൺസയന്റിഫിക് മൈനിങ്, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനം. പിന്നെ അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, എന്താണ് ഇവിടെ പറയുന്നത്? അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലേ. ഇല്ലുസ്ട്രേഷൻ ഗിവൺ ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോയിൽ ആർ അഡ്വൈസ്ഡ് എഫക്റ്റഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് മോർ സച്ച് കോണ്ടെക്സ്റ്റ്. മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണെന്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മണ്ണിന്റെ അതിന്റെ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണിത് ഈ ചിത്രത്തിലുള്ള. ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിലും അൺസയന്റിഫിക് മൈനിങ്ങും അൺസയന്റിഫിക് അഗ്രികൾച്ചറും ഒക്കെ പ്രാക്ടീസസ് ഒക്കെ എന്താണ്? ഇതൊക്കെ മണ്ണിന്റെ ഈ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്നതാണ് അല്ലേ. കൂടുതലുള്ള അറിയുന്നത് നിങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് സോയിൽ? മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് സോയിൽ കൺസർവേഷൻ. മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മാംഗ്രോവ്സ് അല്ലെ, എന്താണ് ഈ കണ്ടൽ കാടുകൾ എന്ന് പറയും അല്ലെ. കയർ ജിയോ ടെക്സ്റ്റൈൽസ്, എന്താണ് കയർ ഭൂവസ്ത്രം അല്ലെ. പിന്നെന്താണ് സ്റ്റോൺ വാൾ ഫെൻസ്, എന്താ കല്ല് കയ്യാല. പിന്നെന്താണ് ടെറസ് ഫാമിംഗ് അല്ലെ, എന്താ തട്ട് കൃഷി അല്ലെ. കൂടുതൽ ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് മോർ മെഷർ ഓഫ് സോയിൽ കൺസർവേഷൻ. കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തി പട്ടികയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ യുണൈറ്റഡ് നേഷൻസ് ഒബ്സർവ് December 5 ആസ് വേൾഡ് സോയിൽ കൺസർവേഷൻ ഡേ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ December 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി എന്താണ് ഈ യുണൈറ്റഡ് നേഷൻസ് എന്താക്കിയിട്ടുണ്ട്, ആചരിക്കുന്നുണ്ട് അല്ലേ. ഒരു സംഘടന കളക്ട് സോയിൽ ടൈപ്സ് ഫ്രം യുവർ ഏരിയ ആൻഡ് ഐഡന്റിഫൈ ദെയർ ക്യാരക്ടറിസ്റ്റിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ, റൈറ്റ് ദം ഓൺ എ ചാർട്ട് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ടു ദ ക്ലാസ്. നിങ്ങളുടെ പ്രദേശത്തെ മണ്ണിനങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ അവയുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാട്ടർ സോഴ്സസ് ഓഫ് കേരള. എന്താണ് വാട്ടർ സോഴ്സ് ഓഫ് കേരള അല്ലേ? കേരളത്തിന്റെ വാട്ടർ സോഴ്സുകൾ അല്ലേ. വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എന്താണ്? മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്തൊരു നാച്ചുറൽ റിസോഴ്സ് ആണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഭൂമിയിലെ വെള്ളത്തിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? ഇത് വെള്ളം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? റിവേഴ്സ് അല്ലെ, പുഴകൾ. പിന്നെന്താണ്? സ്പ്രിങ്സ്, നീരുറവകൾ. പിന്നെ എവിടുന്ന? പോണ്ട്, വെൽ, എക്സെട്ര അല്ലെ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്തെ വാട്ടർ സോഴ്സ് ഏതെല്ലാമാണ്? ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അത് എഴുതുക കേട്ടോ. സാധാരണയായിട്ട് വെല്ലുണ്ടാവും, റിവർ ഉണ്ടാവും, പോണ്ട് ഉണ്ടാവും അല്ലെ. Kerala has an undulating topography which lays uneven from Sahya mountain in the east to the Arabian Sea in the west. എന്താണ് പറയുന്നത്? ഈസ്റ്റ് സഹ്യപർവ്വതം മുതൽ അല്ലെ വെസ്റ്റ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഒരു എന്താണ് ഒരു ടോപ്പോഗ്രഫിയാണ് എന്ത് നമ്മുടെ കേരളത്തിൻ്റെത് അല്ലെ. The rivers that originate from the Sahya mountain ranges flood the backwaters and the sea and make Kerala abundant in water.
എന്താണ് ഈ സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് ബാക്ക് വാട്ടറിലേക്ക്, കായലിലേക്കും പിന്നെ സീയിലേക്കും കടലിലേക്കും ഒഴുകുന്ന ഈ റിവേഴ്സ്, നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുകയാണ് അല്ലെ, അബണ്ടന്റ് ഇൻ വാട്ടർ അല്ലെ. അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ മെനി ലേക്സ് ആൻഡ് പോണ്ട്സ് ഇൻ അവർ ലാൻഡ് അല്ലെ. പിന്നെ ഇത് കൂടാതെ നിരവധി ലേക്ക് ഉണ്ട്, പോണ്ട് ഉണ്ട് അല്ലെ, നദികളും തടാകങ്ങളും കുളങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ദർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. കേരളത്തില് 44 റിവേഴ്സ് ഉണ്ട് അല്ലെ, വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്സ്. ഈ 44 നദികളും ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഹൈലാൻഡ് എന്നാണ് അല്ലെ. ഹൈലാൻഡ് നമ്മൾ പഠിച്ചില്ലേ, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റ് ലാൻഡ് ഒക്കെ പഠിച്ചില്ലേ. ഇതൊക്കെ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഈ 44 റിവേഴ്സും ഈ ഹൈലാൻഡ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെയോ ഓഫ് ദീസ് 3 റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ്വാർഡ് ആൻഡ് 41 റിവേഴ്സ് ഫ്ലോ വെസ്റ്റ്വാർഡ്. ഇതിൽ 3 നദികൾ ഈസ്റ്റിലേക്കും 41 റിവേഴ്സ് ഈ വെസ്റ്റിലേക്കുമാണ് ഒഴുകുന്നത് അല്ലെ. ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് ഇൻ കേരള ഒബ്സർവിംഗ് ദ കേരള റിവർ മാപ്പ് കെപ്റ്റ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. ക്ലാസിഫൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വാർഡ് ആൻഡ് വെസ്റ്റ്വാർഡ്. നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ കേരളത്തിന്റെ ഈ റിവർ മാപ്പ് നോക്കുക. എന്നിട്ട് ഈ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒഴുകുന്ന റിവേഴ്സ് കണ്ടെത്തി വേർതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹാവ് യു നോട്ടീസ് ദാറ്റ് ദോ അവർ വാട്ടർ ബോഡീസ് ആർ എൻറിച്ച്ഡ് ഡ്യൂറിംഗ് ദ 2 rainy season, many of them dry up, and when the rainy season are over, find out the reasons for this. അപ്പൊ 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ഈ വെള്ളമുള്ള ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണം അതെന്താ കാരണം എന്താന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക. Only a small amount of the world's total water supply is available as pure water. It is a duty of every one of us to conserve the precious and clean water. Water conservation can be ensured through rain pits, rainwater harvesting, burns and mulching. ഒബ്സർവ് ദ പിക്ചർ. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ നമുക്ക് നല്ല പ്യുവർ വാട്ടർ ആയിട്ടുള്ളൂ അല്ലെ, ശുദ്ധജലമായിട്ടുള്ളൂ അല്ലെ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ. എന്തിനെവിടെയൊക്കെയാണ് നമുക്ക് വാട്ടർ കൺസർവേഷൻ ക്യാൻ ബി എൻഷ്യൂർഡ് ത്രൂ റെയിൻ പിറ്റ്സ് അല്ലെ, മഴക്കുഴി, പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെ, മഴവെള്ള സംഭരണി, പിന്നെ ബണ്ട് തടയണ, പിന്നെ മൾച്ചിങ് അല്ലെ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വാട്ടർ കൺസർവേഷൻ അല്ലെ, ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ, കണ്ടോ വേസ്റ്റ് വെള്ളം വരുന്നത്, അതുപോലെ കണ്ടോ ഇവിടെ വേസ്റ്റ് തട്ടുന്നല്ലേ. അണ്ടർ വാട്ട് കണ്ടീഷൻ ഡു വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്? അപ്പോൾ ഇങ്ങനെ പൊല്യൂട്ടഡ് ആവുന്ന നിങ്ങൾ കണ്ടില്ലേ, ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ ഈ വാട്ടർ സോഴ്സൊക്കെ മലിനമാകുന്നത്? Are the water bodies in your country being polluted? Discuss what suggestion can be put forward to protect water bodies from getting polluted. നിങ്ങളുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനമാകപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്? Prepare a placards of water conservation message and organize a rally for water conservation. Prepare a speech about the importance of rainwater harvesting. ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്ലക്കാർഡുകൾ തയ്യാറാക്കി ജലസംരക്ഷണ റാലി സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർഗനൈസേഷൻ വാട്ടർ കൺസർവേഷൻ റാലി സംഘടിപ്പിക്കുക അല്ലെ. മഴവെള്ള സംഭരണത്തിന്റെ ആവശ്യതയെക്കുറിച്ച് ഒരു സ്പീച്ചും തയ്യാറാക്കുക. ദെൻ പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് endanger the survival of living organisms. The government implements various schemes to protect and maintain the existing water sources. Check the list given below. ഇവിടെ പറയുന്നത് ഈ വാട്ടർ ബോഡീസ് അല്ലെ, ഈ ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയാണ് അല്ലെ. നിലവിലുള്ള ഈ വാട്ടർ സോഴ്സ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, പദ്ധതി നിർവഹണം അല്ലെ. ഇനി ഞാൻ ഒഴുകട്ടെ അല്ലെ, പിന്നെ ഹരിത കേരള മിഷനാണ് അല്ലെ അതിന്റെ നിർവഹണം. പിന്നെ മാലിന്യമുക്ത നവകേരളം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തെളിനീരൊഴുകും നവകേരളം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ അവർ നിർവഹിച്ച. പിന്നെ ജൽ ജീവൻ മിഷൻ, അതാരാ നിർവഹിച്ചത്? നിർവഹണം കേന്ദ്ര സർക്കാർ അല്ലെ, ഗവൺമെന്റ് ഓഫ് കേരള, സോറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ ജലജീവൻ മിഷൻ
പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഈ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഓഫ് കേരള. ഇനി ഇതാ കേരളത്തിൻ്റെ ക്രോപ്സിൻ്റെ വൈവിധ്യം അല്ലേ, ക്രോപ്പ് ഡൈവേഴ്സിറ്റി ആണ് കേട്ടോ, വിളകളുടെ വൈവിധ്യം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ക്രോപ്സ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് കേരള. നോക്കിയേ, ഇവിടെ നെല്ല് അല്ലേ, പിന്നെന്താണ് ഇവിടെ റബ്ബർ, തെങ്ങ്, വാഴ അല്ലേ. വിച്ച് ആർ ദ ക്രോപ്പ് ഷോൺ ഇൻ ദ പിക്ചർ. എന്തൊക്കെ ക്രോപ്സുകളാണ്, എന്തൊക്കെ വിളകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. നെല്ല്, റബ്ബർ, എന്താണ് കോക്കനട്ട് ട്രീ, പിന്നെന്താണ് പ്ലാന്റ് അല്ലേ, വാഴ. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദീസ് ക്രോപ്സ് ഈസ് കൾട്ടിവേറ്റഡ്. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഈ വിളകളൊക്കെ ഏത് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിലാണ് കൃഷി ചെയ്യുന്നത്. വൈ ഈസ് ടീ നോട്ട് കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ടോപ്പോഗ്രഫിക്കൽ സെക്ഷൻസ് ഇൻ കേരള. കേരളത്തെ എല്ലാ ടോപ്പോഗ്രഫിക്കൽ സെക്ഷനിലും ഈ ടീ ഉണ്ടല്ലോ, തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും. റബ്ബർ കൾട്ടിവേഷൻ ഈസ് ജനറലി നോട്ട് സീൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. വാട്ട് കുഡ് ബി ദ റീസൺ. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താകും. ദ അഗ്രികൾച്ചർ ഓഫ് ഈച്ച് റീജിയൻ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. സോയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ കൾട്ടിവേഷൻ. എന്താണ് മണ്ണ്, പിന്നെ അതുപോലെ ഇറിഗേഷൻ എന്താണ് ജലസേചന സൗകര്യം, പിന്നെന്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയെ എന്താണ് കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ടീ ഈസ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ഇൻ ഏരിയാസ് ലൈക്ക് മൂന്നാർ ആൻഡ് പീരുമേട് in Idukki district, Mepadi and Vaithiri in Wayanad district and Punmudi in Thiruvananthapuram district. Paddy cultivation is widespread in Palakkad district and Kuttanad. എന്താണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാട്, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലൊക്കെ എന്താണ് നെൽകൃഷി വ്യാപകമാണ് അല്ലേ. ഒബ്സർവ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഗ്രോൺ ഇൻ ഏരിയ. എന്താ നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാം ഒന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏതാണ് ടീൻ്റെതാണെങ്കിൽ ടീ, കോഫി അതൊക്കെ എഴുതാം അല്ലേ. ഇനി റബ്ബർ, പ്ലാന്റെയിൻ, കോക്കനട്ട് ട്രീ അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ അത് അവിടെ എഴുതുക. ഏതാണോ നിങ്ങളുടെ നാട്ടിൽ കൂടുതലുള്ളത് അത് നിങ്ങൾ എഴുതുക. ഫെർട്ടൈൽ സോയിൽ ആൻഡ് അബണ്ടന്റ് റെയിൻഫാൾ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ എ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ കേരള. ദ കോൾഡ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദ ഹൈ ആറ്റിറ്റ്യൂഡ് അബവ് സീ ലെവൽ ആൻഡ് ദ സ്ലോപ്പിംഗ് topography create a favorable condition for the cultivation of crops like tea, cardamom, coffee, pepper, etc. in the highland region. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ വളക്കൂറുള്ള നല്ല ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുകയാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം എന്താണ് അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ എന്താണ് മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് എന്താണ് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് അല്ലെ. എന്താ പറയുന്നത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി മഴയും ലഭിക്കുന്നതിനുള്ള എന്താണ് കേരളത്തില് വ്യത്യസ്തമായിട്ട് നമുക്ക് വിളകൾ എന്താണ് നടാൻ പറ്റും അല്ലെ. അതിനുള്ള സാഹചര്യം ഈ മഴയും ഈ വളക്കൂറുള്ള മണ്ണാണ് ഒരുക്കുന്നത് അല്ലെ. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ഉണ്ടാവും അല്ലെ. അത് ഈ ചരിവാർന്ന ടോപ്പോഗ്രഫിയിലാണ് എന്നിവ മലനാട് മേഖലയിൽ അല്ലെ എന്താണ് ഹൈലാൻഡ് റീജിയനിൽ എന്താക്കാൻ പറ്റും അവിടെ ഈ തേയില, പിന്നെന്താണ് ടീ, കാർഡമം അല്ലെ, ഏലം, പിന്നെ കോഫി, കാപ്പി, പെപ്പർ, കുരുമുളക് മുതലായ വിളകൾക്ക് എന്താണ് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട് അല്ലെ. ഹൈലാൻഡിലാണ് ഈ ടീ, കാർഡമം, കോഫി, പെപ്പറൊക്കെ നടുന്നത് അല്ലെ. The topography and soil characteristics contribute to the crop diversity in the midland. Along with tubers such as tapioca, colocasia and yams, banana as well as rubber cultivation are widespread in the midland. Kerala is the largest producer of rubber in India. എന്താണ് ഈ ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും എന്താണ് ഈ മിഡ്ലാൻഡിലെ വിളവൈവിധ്യത്തിന് എന്താ കാരണമാകുന്നുണ്ട് അല്ലെ. അവിടെ എന്തൊക്കെയാണ് വരുന്നത് ട്യൂബേഴ്സ് അല്ലെ, അതായത് ടപ്പിയോക്ക, പിന്നെന്താണ് കൊളക്കേഷ്യ അല്ലെ, എന്താണ് ടപ്പിയൊക്കെ അറിഞ്ഞാൽ മരച്ചീനി, കപ്പ, പൂള എന്നൊക്കെ പറയും അല്ലെ. പിന്നെന്താണ് കൊളോക്കേഷ്യ, യാംസ്, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം എന്താണ് നമ്മൾ ഈ മിഡ്ലാൻഡിൽ എന്താണ് വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് അല്ലെ. അപ്പം മിഡ്ലാൻഡിലാണ് റബ്ബർ കൃഷിയും എന്താണ് അതുപോലെ വാഴ കൃഷിയും റബ്ബർ കൃഷിയും ഒക്കെ വ്യാപകമായത് അല്ലെ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന എവിടെയാണ്? കേരളത്തിലാണ് കേട്ടോ. കേരള ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ട് റബ്ബർ പ്രൊഡ്യൂസർ എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ? ഇന്ത്യയിലുള്ളത് എവിടെയാണ്? കേരളത്തിലാണ് അല്ലേ? കേരള ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ട് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിലാണ്. ദ പ്രസൻസ് ഓഫ് അലോവിയൽ സോയിൽ ഇൻ ദ കോസ്റ്റൽ ഏരിയ ഈസ് സൂട്ടബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ. The saline soil here is favorable for the abundant growth of coconut. The backwaters are used for fish farming. എന്താണ്? തീരപ്രദേശത്തെ ഈ അലൂവിയൽ സോയിലിലെ ഏക്കൽ മണ്ണിന്റെ സാന്നിധ്യം എന്താണ്? പാഡി കൾട്ടിവേഷന്, നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് എന്താണ്? സഹായകമാണ് അല്ലെ? കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബാക്ക് വാട്ടേഴ്സ് എന്താണ്? ഫിഷ് ഫാമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഓഫ് ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻസ്. എന്താണ്? ഹൈലാൻഡും മിഡ്ലാൻഡും കോസ്റ്റൽ റീജിയൻസ് എന്നിവയിലെ പ്രധാന കാർഷിക വിളകൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഏതാന്നുള്ളത്? ഇത് ഇവിടെ എന്താണ്? ഹൈലാൻഡത്തെ ഏതൊക്കെയാണ്? ടീ, കാർബൺ, കോഫി, പെപ്പർ അല്ലേ? പിന്നെന്താണ്? മിഡ്ലാൻഡത്താണ് എന്ത്? ഇത് അല്ലേ? ഏതൊക്കെയാ? ടപ്പിയോക്കിയ, കൊളക്കേഷ്യ, യാംസ്, പിന്നെ ബനാന, റബ്ബർ കൾട്ടിവേഷൻ അല്ലേ? ഇതൊക്കെ അല്ലേ? പിന്നെ കോസ്റ്റലിൽ എന്താണ് വരുന്നത്? അവിടെ വരുന്നത് പാഡി കൾട്ടിവേഷൻ അല്ലേ? പിന്നെ കോക്കനട്ടും വരുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്താണ്? ഈ കോസ്റ്റൽ റീജിയനിലാണ് വരുന്നത് അല്ലേ? ദെൻ ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് വിത്ത് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗദർ ടു എൻഷുർ ദ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം? പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂട്ടബിൾ ടോപ്പോഗ്രഫി ആയിരിക്കണം അല്ലേ? അനുകൂല ഭൂപ്രകൃതി ആയിരിക്കണം. ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണുണ്ടായിരിക്കണം അല്ലേ? Agricultural practices of an area are formulated in tune with the prevailing climate, soil and rainfall in each physiographical division. Many of the festivals in Kerala are closely related to weather and topography. Do you know that Onam is a harvest festival? Similarly, Vishu is also associated with harvest. Examples of celebrations related to weather and topography include boat races and the bull race held in the water bodies of Kerala. After the monsoon season, find out the similar examples. ഓരോ ടോപ്പോഗ്രഫിയിലും അല്ലേ? എന്താണ്? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണിത് അവിടെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ? കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും എന്താണ്? ഈ നമ്മളുടെ ഈ ഫിസിയോഗ്രഫിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് അറിയാൻ പറ്റുമോ? ഓണം എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ? അതുപോലെ എന്താണ്? വിഷുവിനും എന്താണ്? വിളവെടുപ്പുമായാണ് ബന്ധം അല്ലേ? മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ എന്താണ്? കാലാവസ്ഥയും പിന്നെന്താണ്? ടോപ്പോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ? കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് എംപ്ലോയ്മെന്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള. എന്താണ്? ഈ കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം അല്ലെ? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് എ വെറൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ഈച്ച് ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷൻ. ഈസ് അഗ്രികൾച്ചർ ദ ഓൺലി എംപ്ലോയ്മെന്റ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് കേരള ആർ എൻഗേജ്ഡ് ഇൻ? വാട്ട് ആർ ദ എംപ്ലോയ്മെന്റ്സ് പ്രിവലന്റ് ഇൻ യുവർ ഏരിയ? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ ചർച്ച ചെയ്തല്ലോ അല്ലെ? കൃഷി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല. ഏതൊക്കെയൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിൽക്കുന്നത്? എന്തൊക്കെ തൊഴിലുകളുണ്ട് അല്ലെ? കൃഷി മാത്രമാണോ? അല്ല അല്ലെ? ഒരുപാട് തൊഴിലുകളുണ്ട് അല്ലെ? ഏതൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത്? കൂടുതൽ എഴുതുക അല്ലെ? Along with the progress in agriculture, advancement in other field of work are important to improve the living conditions of people. എന്താണ് ഇവിടെ പറയുന്നത്? ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം എന്താണ് പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. Natural resources and human resources play an important role in determining the progress of the people of a region. The work culture of each region has been formed according to the topography and climate of that region. Husk threshing and rock picking in backwater shores, paddy cultivation and duck rearing in Kuttanad are examples for this. Observe the images given below. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രോഗ്രസ് നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന പ്രകൃതി വിഭവങ്ങൾക്കും എന്താണ്? മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് അല്ലെ? ഓരോ പ്രദേശത്തെയും എന്താണ്? ഓരോ പ്രദേശത്തെയും ടോപ്പോഗ്രഫിക്കും
അതുപോലെ ക്ലൈമറ്റിനും അനുകൂലമായാണെന്ത് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ? അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടതെന്നാണ് അവിടുത്തെ ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായാണ് അല്ലേ? കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണമാണ് അല്ലേ? കുട്ടനാട്ടിലാണ് എന്ത് നെൽകൃഷിയും താറാവ് വളർത്തലൊക്കെ ഉള്ളത് അല്ലേ? അതുപോലെ കായലിന്റെ അടുത്ത് ബാക്ക് വാട്ടേഴ്സിന്റെ ആ ഭാഗത്ത് എന്താണ് തൊണ്ടുതല്ലലും കയറുപിരിക്കലൊക്കെ ആണ് അല്ലേ? അപ്പൊ അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് എന്ത് വരുന്നത് എന്താണ് അവിടുത്തെ തൊഴിലും വരുന്നത് അല്ലേ? ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ. താഴെ നോക്കിയ എംപ്ലോയ്മെന്റ് ആൻഡ് ഫിസിയോഗ്രഫി. എന്താണ് എംപ്ലോയ്മെന്റ് ആൻഡ് ഫിസിയോഗ്രഫി? തൊഴിലും ഭൂപ്രകൃതിയാണ് അല്ലേ? എന്തൊക്കെയാണ്? മൺപാത്രം ഉണ്ടാക്കുന്നു, പാഡി കൃഷി നടത്തുന്നു, മീൻ പിടിക്കുന്നു അല്ലേ? പിന്നെ എന്താ തേയില നുള്ളുക, പിന്നെ തൊണ്ട് തല്ലുക, പിന്നെ റബ്ബർ അല്ലേ? റബ്ബർ എടുക്കുക അല്ലേ? ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെന്റ് മെൻഷൻ ഇൻ ദ പിക്ചർ ഇൻ ട്യൂൺ വിത്ത് അപ്രോപ്രിയേറ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ്. എന്താണ് ഇവിടെ പറയുന്നത്? ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും എന്താണ് കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുന്നത് പട്ടികപ്പെടുത്തുക അല്ലേ? ഓക്കെ. അപ്പോൾ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് എംപ്ലോയ്മെന്റ്. ഹൈലാൻഡിൽ ഏതാ വരുന്നത്? ഹൈലാൻഡിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? തേയില അല്ലെ? ടീൻ്റെത് അല്ലേ? പിന്നെ വരുന്ന ഏതാണ് നമ്മൾ പറഞ്ഞില്ലേ? അത് നോക്കി എഴുതുക അല്ലേ? പിന്നെന്താ മിഡ്ലാൻഡിലും കോസ്റ്റൽ ഏരിയയിൽ എന്താ ഫിഷിങ് വരുന്നുണ്ട് അല്ലേ? പിന്നെ കോസ്റ്റൽ ഏരിയയിൽ പാഡി കൃഷി വരുന്നുണ്ട് അല്ലേ? പിന്നെന്താണ് കോസ്റ്റൽ റീജിയനിൽ വരുന്നത് ഏതാണ്? പിന്നെ റബ്ബറാണ് എന്താണ് മിഡ്ലാൻഡിൽ വരുന്നത് അല്ലേ? പിന്നെ ഇത് കോസ്റ്റൽ റീജിയനിലാണ് തൊണ്ടുതല്ലെന്ന് വരുന്നത് അല്ലേ? Okay, then advancements in education, improved socio infrastructure conditions and modern technology in Kerala have led to positive changes in the employment people engaged in. Advancements in education, improved socio infrastructure conditions and modern technology in Kerala have led to പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ എംപ്ലോയ്മെന്റ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ. എന്താണ് പറയുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലേ? എന്തൊക്കെയാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട നല്ല സോഷ്യോ ഇൻഫ്രാസ്ട്രക്ചേർഡ് കണ്ടീഷൻസ് ഒക്കെ എന്താക്കി? നമ്മുടെ മോഡേൺ ടെക്നോളജിയൊക്കെ കേരളത്തിൽ മോഡേൺ ടെക്നോളജിയൊക്കെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകൾ എന്താക്കി മാറ്റം വരുത്തി അല്ലേ? മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മേക്ക് നോട്ട്സ് ഓൺ ദ ചേഞ്ചസ് ബ്രോഡ് അബൌട്ട് ബൈ മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ ഒക്യുപ്പേഷൻ. എന്താണ് ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈ കേരള ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. വി ഹാവ് സീൻ ദാറ്റ് കേരളാസ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് മേക്ക് പീപ്പിൾസ് lives ഈസിയർ, ബട്ട് സംടൈംസ് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് കലാമിറ്റീസ് occur. Kerala has a physiography with many ecologically vulnerable areas. Apart from the crisis caused by human intervention, some natural calamities also harm the living world. Observe the picture. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുവെന്ന് ഞാൻ കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ? പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം എന്താണ് വയനാട്ടിൽ ഇപ്പം ഭയങ്കര അതുണ്ടായല്ലോ അല്ലേ? മണ്ണിടിച്ചിലും ഇതൊക്കെ വന്നല്ലോ അല്ലേ? ഉരുൾപൊട്ടൽ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ, പിന്നെ കലാമിറ്റീസ് ഒക്കെ അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ? പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ളൊരു ഭൂപ്രകൃതിയാണെന്ത്? ഫിസിയോഗ്രഫിയാണെന്ത്? കേരളം അല്ലേ? മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട് അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കൂ. ഇമേജസ് റിലേറ്റഡ് ടു നാച്ചുറൽ കലാമിറ്റീസ് ആർ ഗിവൺ. ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റർ ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയൺമെന്റ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. എന്താ ഇവിടെ പറയുന്നത്? കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ഇത് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞില്ലേ? ഈ ഇമേജസ് എന്താണ് റിലേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇമേജസ്? പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അല്ലെ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സൈക്ലോൺ അല്ലെ, ചുഴലിക്കാറ്റ്, പിന്നെ വൈൽഡ് ഫയർ കാട്ടുതീ, പിന്നെ
അത് നിങ്ങൾക്ക് അറിയുന്നൊക്കെ എഴുതുക കേട്ടോ. വാട്ട് ആർ ദ നാച്ചുറൽ ഡിസാസ്റ്റർ? എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ ഡിസാസ്റ്റർ ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് endanger life, property and the environment. Such natural calamities adversely affect humans and other living beings. The tsunami in 2004 caused huge damage in Kerala. Ask your elders about it. എന്താണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണെന്ത് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അല്ലേ. പിന്നെ 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായിട്ടുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ എന്താണ് നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചൊക്കെ സുനാമിനെ കുറിച്ചിട്ട്. സുനാമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. അത് ഒരുപാട് ജീവൻ എടുത്തതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീട്ടിലുള്ള എൽഡേഴ്സിനൊക്കെ അറിയാം, ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കി ചിത്രം കവളപ്പാറ ലാൻഡ് സ്ലൈഡ് 2019 കവളപ്പാറ ലാൻഡ് സ്ലൈഡ് ആണത് അല്ലേ. എന്താണ് ഉരുൾപൊട്ടൽ അല്ലേ. 2019 നടന്ന ഉരുൾപൊട്ടലാണ് ഇത്. പിന്നെ ഇതേതാണ് പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 കണ്ടില്ലേ. ദ മേജർ ഫ്ലഡ്സ് ഇൻ കേരള ഇൻ 2018, ലാൻഡ് സ്ലൈഡ്സ് ഇൻ കവളപ്പാറ ഇൻ 2019 ആൻഡ് പെട്ടിമുടി ഇൻ 2020 ഹാവ് മെയ്ഡ് ലൈഫ് ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ ഇൻ ദോസ് ഏരിയാസ്. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതാത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ. എന്താണ്? ദുരന്ത നിവാരണവും ലഘൂകരണവും. വാച്ച് ദ ന്യൂസ് കൊളാഷ്. ഈ ന്യൂസ് വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് നിരീക്ഷിക്കുക. കളക്ഷൻ ഓഫ് റിലീഫ് റിസോഴ്സ് ഓൾ ഓവർ ദ റീജിയൻ. നാടകം ദുരിതാശ്വാസ വിഭവ സമാഹരണം. യങ് പീപ്പിൾ അറ്റ് ദ ഫോർഫ്രണ്ട് ഇൻ ക്ലീനിങ് ഓപ്പറേഷൻ ഫ്ലഡ് വിക്ടിംസ് ബാക്ക് ടു ദെയർ ഹോംസ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക്. വോളണ്ടിയേഴ്സ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഡ്യൂറിംഗ് ഡിസാസ്റ്റർ. ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. ഫിഷർ ഫോക്ക് ഇൻ ദ ഫേസ് ഓഫ് ഡിസാസ്റ്റർ വിത്ത് ബോട്ട്സ്. എന്താ കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. ദ ന്യൂസ് കൊളാഷ് ഗിവൺ ഷോസ് ഹൗ കേരള ഫേസ്ഡ് ദ 2018 ഫ്ലഡ്. എന്താണ്? 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണിത് ഈ നൽകിയിട്ടുള്ളത്. കേരള ജോയിൻ ഹാൻഡ്സ് ഫോർ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ആസ് എ റിസൾട്ട് ഓഫ് ദ ജോയിന്റ് എഫേർട്ട് ഓഫ് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, വോളണ്ടറി ഓർഗനൈസേഷൻസ്, ദ യൂത്ത്, ട്രേഡേഴ്സ് ആൻഡ് ഫിഷർമെൻ, ദ സെവറിറ്റി ഓഫ് ദിസ് മേജർ നാച്ചുറൽ ഡിസാസ്റ്റർ ഹാസ് ബീൻ മിറ്റിഗേറ്റഡ്. എന്താണ്? ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. ക്യാൻ ഐ ഐഡന്റിഫൈ എനി വോളണ്ടിയർ ഹു ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഫ്ലഡ് റിലീഫ് വർക്ക് ഇൻ യുവർ ലൊക്കാലിറ്റി? എൻക്വയർ ആൻഡ് ലേൺ ദെയർ എക്സ്പീരിയൻസസ്. നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർ ഉണ്ടോ എന്ന് ചോദിച്ച് അവരുടെ അനുഭവങ്ങൾ അന്വേഷിച്ചറിയാനാണ് പറയുന്നത്. വാട്ട് സോർട്ട് of preparations are to be made in advance for the prevention and mitigation of disaster. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റും നോക്കാം. പ്രിപ്പറേഷൻസ്, മുന്നൊരുക്കങ്ങൾ. പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഷേഴ്സ്. എന്താണ്? റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ഡിസാസ്റ്റർ, പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ അല്ലേ. ഫസ്റ്റത്തെ എന്താണ്? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. രണ്ടാമത്തെ എന്താ? ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം. പിന്നെ ഇതെന്താണ്? ദുരന്താനന്തര പ്രവർത്തനം അല്ലേ. ആൻറ്റിസിപ്പേറ്റ് സർട്ടൻ ഡിസാസ്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. പിന്നെ എന്താ? എൻഷ്യർ നെസസറി മെഷർ ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻ. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്. ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക അല്ലേ. പിന്നെ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേറെ നൂടില്ല. ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ഇഷ്യൂയിങ് വാർണിംഗ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇവാക്വേറ്റ് പീപ്പിൾ.
ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിന് മുന്നേ വേണ്ടത് അല്ലേ. പിന്നെ അതിന്റെ മുന്നേ എന്താണ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ എന്താണ് ആ ദുരന്ത സാധ്യത മേഖലകൾ മുന്നറിയിപ്പുകൾ നൽകി അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ഡിസാസ്റ്റർ, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. പിന്നെ സെൽഫ് റിലീഫ് ക്യാമ്പ് ആൻഡ് പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ കെയർ. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിം അല്ലെ, ദുരന്തബാധിതരെ അവരെ പുനരധിവസിപ്പിക്കുക. പിന്നെ ടേക്ക് സ്റ്റെപ്സ് ടു മാനേജ് സിറ്റുവേഷൻ ഓഫ് ഡിസാസ്റ്റർ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലെ. ഇതൊക്കെയാണ് വരുന്നത് അല്ലെ പ്രിപ്പറേഷൻസ്. പിന്നെന്താ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സിസ്റ്റംസ് വർക്കിംഗ് ഫോർ ദ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഏതൊക്കെയാന്ന് നോക്കിയാൽ കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസാസ്റ്റർ റിസ്ക് അനാലിസിസ് സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. ഇതൊക്കെയാണ് എന്ത്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായുള്ള പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളൊക്കെ കേട്ടോ. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ബൈ കളക്ടിംഗ് പിക്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് ടു പ്രിവെൻഷൻ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. എന്താണ് പറയുന്നത്, ഈ നാച്ചുറൽ ഡിസാസ്റ്ററിന്റെയും അതുപോലെ എന്താണ് പ്രകൃതി ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് എന്താണ് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ haven't we realized how the diversity of land we live in, soil, water, climate and crops influences our lives. We have the responsibility to preserve the abundance of this soil and pure water for future generations. So we should give priority to development and the way of life that does not disturb the balance of nature. എന്താണ്, നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലേ. ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട് അല്ലേ. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണെന്ത് നാം മുൻഗണന നൽകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കണം, ഇനി വരാനുള്ള ആൾക്കാരുണ്ട് അല്ലേ, അതായത് നമ്മൾ ഇനിയും എന്താണ് തലമുറകൾ വരാനില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് നമുക്ക് ഈ നല്ല മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും ഒക്കെ എന്താക്കണം, കരുതി വെക്കണം അല്ലേ. അതിനാൽ നമ്മൾ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥയ്ക്ക് എന്താക്കരുത്, ബാലൻസ് ഓഫ് നേച്ചറിന് കോട്ടം വരുത്താതെ നമുക്ക് എന്താക്കണം, ജനരീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ ഭാഗങ്ങൾക്ക് നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.